ഒരുക്കുന്ന എല്ലാ അവസരത്തിലും ചെയ്യുന്നു. എബനേസർ ഗോസ്ബൽ മിനിസ്ട്രിയുടെ ഔട്ട്റീച്ച് മീറ്റിംഗുടെ ബന്ധത്തിൽ പ്രവർത്തിക്കുന്ന കാനഡയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും മഹത്വത്തിനുമായി ദൈവം തരുന്ന ആയുസ് തന്നെല്ലാവോളം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിദ്യാല് എൻ്റെ അളിയനെയും കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വേദഭാഗം വായിച്ച് ചില ചിന്തകൾ ഈ പ്രഭാതത്തിൽ ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനാധാരമായി മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 45 മുതലുള്ള വേദഭാഗങ്ങൾ ഞാൻ തന്നെ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 45 മുതലുള്ള വേദഭാഗങ്ങൾ. താൻ പുരുഷാരത്തെ പറഞ്ഞ് അയക്കുന്നതിനിടയിൽ തന്റെ ശിഷ്യന്മാർ ഉടനെ പടകിൽ കയറി അക്കരെ ബെത്സയിദയ്ക്ക് മുന്നേ പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവരെ പറഞ്ഞ് അയച്ച ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും തനേകനായും കരയിലുമായിരുന്നു. കാറ്റ് പ്രതികൂലം ആകൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു. ഏകദേശം രാത്രിയിലെ 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് അവർ ഭൂതമെന്ന് അവർ നിരൂപിച്ചു, നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ടു ഭ്രമിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്നു പടകിൽ കയറി കാറ്റ് അമർന്നു. ഈ വേദഭാഗം നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു വേദഭാഗം തന്നെയാണ്. എന്നാൽ വായിച്ച വേദഭാഗത്ത് 48-ാം വാക്യത്തിൽ വരുമ്പോൾ നാം കാണുന്നത് രാത്രിയുടെ 4-ാം യാമത്തിൽ കർത്താവ് കടലിൽ മേൽ നടന്ന് അവരുടെ അടുക്കൽ വരികയാണ്. യഹൂദന്മാരുടെ സമയക്രമം എന്നുള്ളത് വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയാണ് അവരുടെ ഒരു യാമം. രണ്ടാമത്തെ യാമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9 മണി മുതൽ 12 മണി വരെയാണ് അവരുടെ രണ്ടാമത്തെ യാമം. മൂന്നാമത്തെ യാമമാണ് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം. 4-ാം യാമം 3 മണി മുതൽ പ്രഭാതത്തിലെ 6 മണി വരെയുള്ള സമയം. അപ്പോൾ യേശു കർത്താവ് അവരുടെ അടുക്കൽ എത്തുന്നത് 4-ാം യാമത്തിലാണ്. അപ്പോൾ യഹൂദന്മാർ അവരുടെ സമയത്തിന് അവർ 4 യാമങ്ങളായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. എന്താണ് 1-ാം യാമം? 1-ാം യാമത്തെ പറ്റി നാം ചിന്തിക്കുകയാണെങ്കിൽ 104-ാം സങ്കീർത്തനത്തിന്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 104-ാം സങ്കീർത്തനത്തിന്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ തന്റെ പണിക്ക് പുറപ്പെടുന്നു, സന്ധ്യ വരെയുള്ള തന്റെ വേലയ്ക്കായി തന്നെ. അപ്പോൾ ജോലിക്ക് പോകുന്ന പ്രഭാതത്തിൽ ജോലിക്ക് പോകുന്നവർ തിരിച്ചു വരുന്ന സമയമാണ് 1-ാം യാമം. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന, അതായത് ഇവിടെ പറഞ്ഞത് സന്ധ്യ വരെ അവൻ തന്നെ പണിക്ക് പുറപ്പെടുന്നു, സന്ധ്യ വരെയുള്ള അവന്റെ വേലയ്ക്കായി. 1-ാം യാമത്തിലാണ് ജോലിക്ക് പോയവർ മടങ്ങി അവരുടെ ഭവനത്തിലെത്തുന്നത്. അവരുടെ ഭവനത്തിലെത്തി കുടുംബത്തോടൊന്നിച്ച് സമയം ചെലവഴിക്കുന്ന സമയം. 2, അവരുമായിട്ട് ഒന്നിച്ചിരുന്ന് ആരാധനയും കുടുംബ പ്രാർത്ഥനയും നടത്തുന്ന സമയം. ആ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന, അവരൊന്നിച്ച് പ്രാർത്ഥിക്കുന്ന, ഒന്നിച്ച് വിശ്രമിക്കുന്ന സമയമാണ് 1-ാം യാമം എന്നുള്ളത്. 1-ാം യാമത്തിന് ശേഷം യഹൂദന്മാരെ സംബന്ധിച്ച് അവരാരും പിന്നീട് അവർ പാർക്കുന്ന വീടിന് വെളിയിലോ പാർക്കുന്ന പട്ടണത്തിന് വെളിയിലോ പോകാറില്ല. കാരണം 1-ാം യാമം അത് മനുഷ്യന്റെ യാമമാണ്. ആ യാമത്തിൽ യഹൂദന്മാർ പാർക്കുന്നിടത്ത് കോട്ടവാതിലുണ്ട്. 1-ാം യാമം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ കോട്ടവാതിൽ അടയ്ക്കുന്നത് കൊണ്ട് പുറത്തുനിന്ന് ജോലിക്ക് പേർ തിരികെ വീട്ടിലെത്തി കുടുംബത്തോടൊപ്പം വിശ്രമിച്ച് പാർക്കുന്ന സമയം, ആ സമയം അടുത്ത 2-ാം യാമം തുടങ്ങുന്ന മുമ്പ്
ഈ കോട്ടവാതിൽ അടയ്ക്കും, ആർക്കും പിന്നീട് പുറത്തു പോകാൻ കഴിയത്തില്ല. രണ്ടാം യാമത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. രണ്ടാം യാമം അതേ 104 സങ്കീർത്തനത്തിന്റെ 20 വാക്യത്തിൽ പറയുന്നു, നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. അപ്പൊ രണ്ടാം യാമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ യാമമല്ല, അത് മൃഗങ്ങൾ ഇര തേടി പോകുന്ന സമയമാണ് രണ്ടാം യാമം. കാട്ടുമൃഗങ്ങളുടെ സഞ്ചാര സമയമാണ് രണ്ടാം യാമം. അപ്പോൾ മനുഷ്യരാരും ആ സമയങ്ങളിൽ പുറത്തിറങ്ങാറില്ല. മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു? ആ സമയത്ത് അവർ ഇര പിടിക്കാൻ വേണ്ടി, അവരുടെ ആഹാരത്തിന് വേണ്ടി അവർ പുറത്തിറങ്ങുന്ന സമയമാണ് രണ്ടാം യാമം എന്നുള്ളത്. മൂന്നാം യാമം എന്ന് പറഞ്ഞാൽ ഏറ്റവും മനുഷ്യൻ, അതായത് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയമാണ് മൂന്നാം യാമം. ഈ മൂന്നാം യാമത്തിലാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഗാഠനിദ്രയിലേക്ക് പോകുന്ന ഒരു സമയം. മനുഷ്യൻ അബോധാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഈ മൂന്നാം യാമം എന്നുള്ളത്. ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന, കൊടും ക്രൂരതകൾ നടക്കുന്ന ഒരു സമയമാണ് ഈ മൂന്നാം യാമം. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പറയുന്നു, രാത്രിയിലെ ഭയത്തെയും ഇരുട്ടിൽ പറക്കുന്ന അസ്ത്രത്തെയും. അപ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യന് ശാരീരികമായിട്ട് പോലുമുള്ള ബലഹീനതകൾ വരുന്നത് പലപ്പോഴും രാത്രികളിലാണ്. മിക്കവാറും ഈ ലെൻസിന് പ്രോബ്ലം ഉള്ളവർക്ക്, ബ്രീത്തിങ്ങിന്, മറ്റ് പല രോഗങ്ങളും മനുഷ്യനിൽ പ്രകടം കൂടുതൽ രാവിലെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഭാരം മനുഷ്യ ശരീരത്തിൽ പലപ്പോഴും രോഗമായി വരാൻ സാധ്യതയുള്ളത് വൈകിട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന സമയമാണ് ഈ യാമങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ കുറ്റം അല്ലെങ്കിൽ കൊടും ക്രൂരതകൾ നടക്കുന്ന, പൈശാചികമായിരിക്കുന്ന കോട്ടകൾ, ബന്ധനങ്ങളുള്ള സമയത്ത്, ഈ മൂന്നാം യാമത്തിൽ ഇത്രമാത്രം കുറ്റകൃത്യങ്ങളും ക്രൂരതകളും നടക്കുമ്പോൾ അടുത്തൊരു യാമമാണ് നാലാം യാമം. അപ്പോൾ വാസ്തവത്തിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നാം യാമം കഴിഞ്ഞാൽ അവരവരുടെ വീട്ടിൽ വിശ്രമിക്കും, കോട്ടവാതിലടയ്ക്കും. പിന്നീടുള്ളത് കാട്ടുമൃഗങ്ങൾ ഇരപിടിക്കാൻ പോകുന്ന അവരുടെ സഞ്ചാര സമയമാണ് രണ്ടാം യാമം. 9 മണി മുതൽ 12 മണി വരെയുള്ള സമയം, 12 മണി മുതൽ 3 മണി വരെയുള്ള സമയമാണ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന, ക്രൂരതകൾ നടക്കുന്ന ഒരു സമയം. പിന്നീടുള്ളത് 3 മണി മുതലുള്ള 6 മണി വരെയുള്ള നാലാം യാമമാണ്. നാം വായിച്ച വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടെ ചിന്തിച്ച് മുമ്പോട്ട് പോകാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ആ ഭാഗത്ത് അതിന്റെ 46 വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നേ, 46 തൊട്ട് മുമ്പ് വായിക്കാം. അവരെ നിർബന്ധിച്ചു, അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. അവരെ പറഞ്ഞയച്ച ശേഷം അവൻ പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോന്നു. 47 വാക്യം ഇങ്ങനെ പറയുന്നു, വൈകുന്നേരമായപ്പോൾ പടക് കടലിലും താൻ ഏകനായുമായിരുന്നു. അതായത് ഈ ശിഷ്യന്മാരെ മറുകരയിലേക്ക് പറഞ്ഞു വിടുന്ന സമയം എന്നുള്ളത് ഒന്നാം യാമത്തിലാണ്. അതായത് വൈകുന്നേരത്ത, അധികം ഇരുട്ടൊന്നും ആയിട്ടില്ല, എന്നാൽ സന്ധ്യയാകുന്നു. ഒന്നാം യാമത്തിലാണ് ഈ ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നത്? മറുകരയിലേക്ക് യാത്ര ചെയ്യാൻ ദൈവത്താൽ അയക്കപ്പെടുന്നത്. ഞാൻ ഒരു കാര്യം അവിടെ ഓർപ്പിച്ചോട്ടെ. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഞാൻ പറഞ്ഞു വിട്ടോളാം. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതൊരു 35-ാം വാക്യം മർക്കോസിന്റെ സുവിശേഷമാണ്. അവിടെ പറയാണ്, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശിഷ്യഗണങ്ങളാകുന്ന 12 പേരോട് പറയാണ്, നാം ഇനി എന്ത് ചെയ്യാം? അക്കരയ്ക്ക് പോകാം. അവിടെ പറയുന്ന, അവൻ പടകിൽ ഇരുന്ന പാടെ അവർ അവനെ കൊണ്ടുപോകുന്നു. ഈ യാത്രയിൽ കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ ആ കാറ്റും കോളും പടകിന് നേരെ തള്ളിക്കയറുമ്പോൾ അവൻ അമരത്ത് തലവെച്ച് കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ ശിഷ്യൻ പറയുന്നു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നിങ്ങൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഒറ്റയ്ക്കുള്ള യാത്രയാ. ശിഷ്യന്മാർ ഒറ്റയ്ക്കുള്ളൊരു യാത്രയാ.
പക്ഷെ 2 അധ്യായങ്ങൾക്ക് മുമ്പ് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം ഇപ്പം വായിച്ചത്, കർത്താവ് പറയാ നാം ഒന്നിച്ച് അക്കരയ്ക്ക് പോകാം. ഈ യാത്രയിൽ ഇവർ അനുഭവിച്ചിട്ടുണ്ട് പ്രാണൻ പോകുന്ന നിലയിലുള്ള പ്രതികൂലം. ആ യാത്രയിൽ പ്രതിസന്ധി വന്നപ്പോൾ അമരത്ത് തലയണ വെച്ച് കിടക്കുന്ന കർത്താവിനെ വിളിച്ചിട്ട്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലേ? അപ്പോൾ ഓർക്കണം, ഒന്നിച്ചുള്ള യാത്രയിൽ ഏറ്റ പ്രതികൂലങ്ങൾ കഴിഞ്ഞ 2 അധ്യായം മുമ്പ് അവർ അനുഭവിച്ചവരാ. അതേ ശിഷ്യന്മാരാണ് ഈ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയാം, ഞങ്ങൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്തോളാം, അക്കരയ്ക്ക് പൊക്കോളാം. അപ്പോൾ ഓർക്കണം, കർത്താവ് കൂടെയുള്ളപ്പോൾ അനുഭവിച്ച ആ പ്രതിസന്ധി ഇവർ അനുഭവിച്ചവരാ കൂടെയുള്ള. പക്ഷെ ഇപ്പോഴവര് പറയാണ് അവർ അക്കരയ്ക്ക് പൊക്കോളാം. കർത്താവ് അവരെ നിർബന്ധിച്ചയക്കുന്നു. പോകാൻ കാര്യമുണ്ട്. 5-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ അവർ ഇപ്പോൾ വാസ്തവത്തിൽ അവർക്ക് ഭക്ഷണത്തിനൊന്നും മുട്ടില്ല. കാരണം അവിടെ നാം വായിക്കുന്നു, തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ 5 അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, 2 മീനും എടുത്ത് വാഴ്ത്തുന്നു. അത് ഏകദേശം 5000 പുരുഷന്മാർ കഴിക്കുന്നു. ഏകദേശം 12 കൊട്ട നിറച്ചെടുക്കുന്നു. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട്? ഈ പടകിൽ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരുടെ കയ്യിൽ 12 കൊട്ട അപ്പമുണ്ട്. ഇവർ യാത്ര ചെയ്യുക. അപ്പൊ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ 12 ശിഷ്യന്മാര്, ഇവർ സംബന്ധിച്ചിടത്തോളം ഗലീല കടലിന്റെ ആഴവും വീതിയും നീളവും ഒക്കെ അറിയാവുന്ന കരുത്തന്മാരായിരിക്കുന്ന കഴിവുള്ളവരും പ്രാപ്തരായ ആളുകളുമാണ്. അവരുടെ ചിന്താഗതി ഇങ്ങനെയാണ്, കഴിഞ്ഞ 2 അധ്യായങ്ങൾക്ക് മുമ്പ് യേശു കർത്താവിന്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ പ്രതികൂലം ഉണ്ടായവരാ, അനുഭവിച്ചവരാ. പക്ഷെ ഇപ്പൊ ഇവർ ഒറ്റയ്ക്ക് പോകാൻ ഇവർ നിർബന്ധിക്കപ്പെടുകയാണ്. ഗലീല കടലിനെ പറ്റി പറയുകയാണെങ്കിൽ പഴയ നിയമത്തിൽ കിന്നരത്ത് തടാകം എന്നാ പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ഗന്നസരത്ത് തടാകമെന്നും ഗലീല കടലെന്നും തിബരിയസ് കടലെന്നുമുള്ള പേരുകളിൽ ഈ കടലിനെ അറിയപ്പെടുന്നുണ്ട്. ഏകദേശം 21 കിലോമീറ്റർ നീളവും 13 കിലോമീറ്റർ നീളവും വീതി മാത്രമുള്ളതാണ് ഈ ഗലീല കടൽ. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ ഗലീല കടൽ മറുകരയിലെത്താൻ, അതിന്റെ മറുകരയിലെത്താൻ, അണയാൻ ഏകദേശം 2.5 മണിക്കൂറുകൾ കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഈ ഗലീല കടലിന്റെ മറുകരയിൽ ഈ ശിഷ്യന്മാർക്ക് എത്താമായിരുന്നു. നാം വായിച്ച വേദഭാഗം വളരെ ശ്രദ്ധിക്കണം. അവർ 1-ാം വ്യാമത്തിൽ യാത്ര ചെയ്തവര്. ഈ 1-ാം വ്യാമത്തിൽ യാത്ര തുടങ്ങിയവർ 1-ാം വ്യാമം തീരുന്നതിന് മുമ്പ് മറുകരയിൽ എത്തേണ്ടവരാ. പക്ഷെ കഴിഞ്ഞ 4 യാമങ്ങളായിട്ടും അവർ എന്ത് ചെയ്യുന്നില്ല, അവർ മറുകരയിൽ അണയാതെയുള്ള യാത്രയാണ്. എന്താണ് ഈ യാത്രയ്ക്ക് സംഭവിച്ചത്? നിങ്ങൾ ശ്രദ്ധിക്കണം, 12 മണിക്കൂർ അടങ്ങുന്നുണ്ട് 4 യാമങ്ങൾ. എന്നാൽ ഈ 1-ാം യാമത്തിൽ യാത്ര ആരംഭിച്ച ശിഷ്യന്മാർ ആ വേദഭാഗം മുഴുവൻ അരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാലും അറിയാം, ഈ രാത്രി 6 മണി തുടങ്ങുന്നു, 9 മണി കഴിയുന്നു 1-ാം യാമം, 9 മുതൽ 12 വരെ 2-ാം യാമം, 12 മണി മുതൽ 3 മണി വരെ 3-ാം യാമം, 3 മണി മുതൽ 6 മണി വരെ 4-ാം യാമം. ഈ യാമങ്ങൾ ഇവർ ഈ പ്രതികൂലത്തിൽ കൂടെ ഈ ഗലീല കടലിലൂടെ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ എത്തേണ്ട സമയം എപ്പോഴയോ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇവർ എത്താൻ കഴിയാതെ ആയിരിക്കാൻ കാരണമുണ്ട്. നിങ്ങൾ ആ വേദഭാഗം ശ്രദ്ധിച്ചാലറിയാം, ഇവർ ഒരിക്കൽ പോലും ഇവർ ദൈവത്തിൽ ആശ്രയിച്ചില്ല. യേശു കർത്താവ് കൂടെയുള്ള യാത്രയിൽ കാറ്റും കൂളും പടകിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ ആ ക്ഷണത്തിൽ അവർ പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് എന്തില്ലേ, വിചാരമില്ലേ? എന്നാൽ കഴിഞ്ഞ 4 യാമങ്ങളായിട്ട് ഇവർ മറുകര എത്താതെ കാറ്റും കോളും ആഞ്ഞടിക്കുന്ന ഈ ഗലീല കടലിൽ അവർ അവരെ കൊണ്ടാകുന്നത്തോളം എന്ത് ചെയ്തു, പരിശ്രമിക്കുന്നുണ്ട് മറുകരയിലൊന്ന് എത്താൻ. കഴിവില്ലാഞ്ഞിട്ടല്ല, ഗലീല കടലിനെ കുറിച്ച് അറിയാത്തവരല്ല, പടക് തുഴയാത്തവരല്ല, കഴിക്കാൻ ആഹാരമില്ലാഞ്ഞിട്ടല്ല, ഉടുക്കാൻ വസ്ത്രമില്ലാഞ്ഞിട്ടല്ല, നല്ല പടകില്ലാഞ്ഞിട്ടല്ല, ഗലീല കടലിനെ അറിയാത്തവരല്ല. പക്ഷേ
ഇവർക്കെല്ലാം ഉണ്ട്. പക്ഷേ അവർക്കില്ലാത്തതൊന്നാണ് ദൈവാശ്രയം അവർക്കില്ലായിരുന്നു. അപ്പോൾ എല്ലാം ഉള്ളത് കൊണ്ട് എനിക്കെല്ലാം ഉള്ളത് കൊണ്ട് എനിക്ക് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്തെത്തുമെന്നും അല്ല, എനിക്ക് മുമ്പോട്ട് ആരുടെയും സഹായമില്ലാതെ പോകാമെന്നുള്ളൊരു ചിന്ത അവരെ ഭരിച്ചപ്പോൾ അവർ ദൈവത്തിൽ ആശ്രയിക്കാതെ കഴിഞ്ഞ 4 യാമങ്ങൾ അവർ എന്ത് ചെയ്തു? അവർ മുന്നോട്ട് നീങ്ങി. അപ്പോൾ വേദപണ്ഡിതന്മാർ പറയുന്നത് 2.5 മണിക്കൂറുകൾ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് കഴിഞ്ഞ 10 മണിക്കൂറായിട്ട് അവർ എത്തിയില്ല. കഴിഞ്ഞ 10 മണിക്കൂറുകളായി അവർ ഈ കടലിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇന്ന് പകൽ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഞാനൊരു കാര്യം ഓർമ്മിച്ചോട്ടെ. ജീവിതത്തിൽ എല്ലാം നമുക്കുണ്ടെന്ന് പറഞ്ഞാലും അനുഭവിക്കണമെങ്കിൽ, നാം ആഗ്രഹിച്ച സ്ഥലത്തെത്തണമെങ്കിൽ, നാം യാത്ര ചെയ്യുന്ന വേളയിൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് അണയേണ്ടതിന് ആ ദൈവത്തിന്റെ സഹായമില്ലാതെ, ദൈവത്തിന്റെ കരുതലില്ലാതെ നമുക്ക് പോകാൻ കഴിയത്തില്ല. പലപ്പോഴും ആളുകളൊക്കെ ചിന്തിക്കാറുള്ളത്, എനിക്കെല്ലാം ഉണ്ട്, എനിക്കിനി ആരുടെ ആശ്രയമൊന്നും വേണ്ട, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു സ്വാർത്ഥത നമ്മുടെ അകത്ത് വരികയാണെങ്കിൽ ഓർത്തോണം, നാം ദൈവത്തിൽ നിന്ന് അകന്ന് നമ്മുടെ സ്വാർത്ഥതയിലാണ് മുമ്പോട്ട് പോകുന്നെങ്കിൽ ആ യാത്ര നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ട സമയത്തേക്കാൾ അതിക്രമിച്ചു കഴിയും. ഈ ശിഷ്യന്മാർ ഇവർ ഈ 10 മണിക്കൂറായിട്ട് ഇവർ ഒരിക്കൽ പോലും, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല എന്ന് പറയുന്നില്ല. അപ്പാ, ഞങ്ങൾ രക്ഷിക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ ഈ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് പറഞ്ഞയച്ചിട്ട് അവൻ തനിയെ പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. ആ പ്രാർത്ഥന നടക്കുന്ന വേളയിൽ കർത്താവ് അവരെ വെറുതെ പറഞ്ഞയച്ചതല്ല. അവിടെ ഇരിക്കുമ്പോൾ കർത്താവ് അറിയുന്നു, അവർ തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു. ഈ തണ്ട് വലിച്ച് വലയുന്നത് കർത്താവ് കണ്ടിട്ട് അവരുടെ അടുക്കിലേക്ക് ആ കടലിന്മേൽ നടന്ന് അവിടെ അടുക്കൽ വരുമ്പോഴാണ് ശിഷ്യന്മാർ പറയാണ്, ഒരു ഭൂതമെന്ന് കണ്ടവർ എന്ത് ചെയ്യുന്നു? അവർ നിലവിളിക്കുന്നു. അപ്പോൾ അവരുടെ ചിന്താഗതി ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ കടലിലും കർത്താവ് ഉള്ളത് കരയിലുമാണ്. ഒരിക്കലും കർത്താവിന് ഞങ്ങളുടെ അടുത്ത് വരാൻ സാധിക്കത്തില്ല. പക്ഷെ അപ്പോഴും അവർ വിശ്വസിക്കുന്നത്, ഒരു ഭൂതത്തിന് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവിന് വരാൻ പറ്റത്തില്ല, പക്ഷെ ഒരു ഭൂതത്തിന് ഞങ്ങളുടെ അടുത്ത് വരാൻ പറ്റും. അപ്പോഴും അവര് യേശുവെ നല്ല വിളിക്കുന്നു, ഗുരു നല്ല വിളിക്കുന്നു. അപ്പോഴും കർത്താവിനെ അവർ അപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഉടനെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ധൈര്യപ്പെടുവിൻ, ഭയപ്പെടണ്ട, ഞാനാകുന്നു. ആ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ അടുക്കൽ അവൻ ചെന്നു. അവിടെ പറയുന്നു, അവൻ പടകിൽ കയറി കാറ്റമർന്നു. ശ്രദ്ധിച്ച, കഴിഞ്ഞ 10 മണിക്കൂറായിട്ട് കാറ്റമർന്നിട്ടില്ല. പടക് നേരെ ചൊവ്വയുള്ള യാത്രയല്ല, യാത്ര ദുഷ്കരമാണ്. പക്ഷേ ദൈവത്തിന്റെ പ്രസൻസ് ഇല്ലാതുള്ള യാത്ര സുരക്ഷിതമല്ല, അത് സേഫ് അല്ല, അത് അനുഗ്രഹം ഉണ്ടാകത്തില്ല, അത് നമുക്ക് സമാധാനം നൽകത്തില്ല. പക്ഷേ ദൈവത്തിന്റെ പ്രസൻസ് അവരുടെ പടകിനകത്തിറങ്ങി വന്നപ്പോൾ ഇതുവരെ അവരെ മറുകരയിൽ എത്തിക്കത്തില്ലെന്ന് വാദിച്ചു നിന്ന ആ പ്രതികൂലത്തെ തന്റെ കാൽ കീഴാക്കിക്കൊണ്ട് അവിടെ അടുത്തേക്ക് നടന്നു വന്നവന് അവരെ സേഫായി മറുകരയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് പകലിൽ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മെ നിർത്തത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന സ്ഥലത്ത്, ഇല്ല നമ്മെ മുന്നോട്ട് വിടത്തില്ലെന്നും തകർത്ത് കളയുമെന്നും പിശാച് വാദിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ, ദൈവത്തിന്റെ പ്രസൻസ് ഇറങ്ങുമ്പോൾ, അതേത് വലിയ പ്രതിസന്ധിയാണെങ്കിലും അത് നമ്മുടെ മുമ്പിൽ നിന്ന് ആമേൻ മാറുക തന്നെ ചെയ്യും. കാരണം അവന്റെ സാന്നിധ്യം ഇറങ്ങിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കപ്പെടും. ഇവിടെ ഈ ശിഷ്യന്മാർ യാത്ര ചെയ്യുമ്പോൾ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ അവർ 12 പേരുടെ പക്കലും 12 കൊട്ട അപ്പമുണ്ട്. നമുക്കറിയാം, ഒരു യാത്രയ്ക്ക് നമ്മൾ പോകുമ്പോൾ സാധാരണ ദീർഘദൂരമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ആളുകളൊക്കെ യാത്രയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാറുണ്ട്, കഴിക്കുവാനുള്ള സ്നാക്സോ മറ്റു ഫുഡോ ഒക്കെ എടുക്കാറുണ്ട്. ആ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ 1ഉം 2ഉം ഒക്കെ പറഞ്ഞ് ചിലപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും, നമ്മൾ സ്നാക്സുകളൊക്കെ കഴിക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ശിഷ്യന്മാര് ഓർത്തു, ഈ പടകിൽ ഏകദേശം 2-2.5 മണിക്കൂർ വേണം അക്കരെ എത്താൻ. അപ്പോൾ ആ യാത്രയിൽ ഇവർക്ക് വിശന്നാൽ ഇവർക്ക് കഴിക്കാനുള്ള ആഹാരം എന്തുണ്ട്? ഇവരുടെ കയ്യിൽ 12 കൊട്ടയ്ക്കകത്ത് 12 പേരുടെ കയ്യിലുമുണ്ട്. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ, 52-ാമത്തെ വാക്യം.
മർക്കോസ് 6-ാം അധ്യായത്തിന്റെ 52-ാം വാക്യം. അവിടെ പറയുന്നു, അവരുടെ ഹൃദയം കടുത്ത് ഇരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞാൽ, ആഗ്രഹിച്ചിരുന്നു യാത്ര ചെയ്യുന്നതിന് മുമ്പ്, യാത്ര ചെയ്യുമ്പോൾ ഈ കയ്യിൽ കരുതിയ അപ്പമൊക്കെ കഴിച്ച് മുമ്പോട്ട് പോകാമെന്ന്. പക്ഷേ അവിടെ പറയുന്നു, അവർ 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 അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന് സംഗതി അവർ എന്ത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ, കഴിക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല, ഉടുക്കാൻ വസ്ത്രമില്ലാഞ്ഞിട്ടല്ല, നല്ല പടകില്ലാഞ്ഞിട്ടല്ല, ആരോഗ്യമില്ല ഉള്ളവർ ഇല്ലാഞ്ഞിട്ടല്ല, നല്ല ആരോഗ്യമുള്ളവർ, നന്നായിട്ട് തുഴയാൻ കഴിവുള്ളവർ, പ്രാപ്തിയുള്ളവരൊക്കെയുള്ള ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അനുഭവിക്കണമെങ്കിൽ അനുവദിക്കാൻ ഒരുവനുണ്ട്. സ്വത്രം. എല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ ഓക്കെയാണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ ഓക്കെയാന്ന് പറയാനല്ല. എല്ലാം ഉണ്ടെങ്കിലും അതൊന്ന് അനുഭവിക്കണമെങ്കിൽ ദൈവം അനുവദിക്കാതെ ഈ മരുഭൂമിയിൽ നമുക്കത് അനുഭവിക്കാൻ കഴിയത്തില്ല. 12 കൊട്ട അപ്പമുണ്ട്, കഴിക്കാനുള്ള ആഹാരം കയ്യിലുണ്ട്, കഴിക്കാൻ നല്ല കൈയുണ്ട്, കഴിക്കാനുള്ള വയറുണ്ട്, നല്ല നിലയിലുള്ള ആരോഗ്യം അവർക്കുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 മണിക്കൂറായിട്ടും ഈ കൊട്ടയ്ക്കകത്തുനിന്ന് ഒരപ്പം പോലും അവർക്ക് കഴിക്കാൻ കഴിയാതിരിക്കാൻ കാര്യം, അവർ അനുഭവിച്ച കാറ്റും കൂളും പ്രതിസന്ധിയുടെ നടുവിൽ അവർ ഒരിക്കൽ പോലും ദൈവത്തെ, കർത്താവേ ഒന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് വിളിക്കാതെ യാത്ര ചെയ്തവർക്ക് അവരുടെ കയ്യിൽ എന്തൊക്കെ നന്മയുണ്ടെങ്കിലും അത് അനുഭവിക്കണമെങ്കിൽ സ്വർഗം അനുവദിക്കാതെ സാധിക്കത്തില്ല. ഇന്ന് പ്രഭാത വേളയിൽ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ, ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് നന്മകൾ ഉണ്ടെങ്കിലും ആമേൻ, അത് അനുഭവിക്കണമെങ്കിൽ സ്വർഗത്തില് ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ, ദൈവത്തിന്റെ പ്രസൻസ് ഇല്ലാതെ നമുക്കത് അനുഭവിക്കാൻ കഴിയത്തില്ല. ആമേൻ. ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. മറ്റൊന്ന്, ദൈവം അനുവദിക്കാതെ, അല്ല, അവന്റെ പ്രസൻസ് ഇല്ലാതെ, അവന്റെ സാന്നിധ്യം ഇല്ലാതെ നമുക്ക് ആഗ്രഹിച്ച തുറമുഖത്ത് എത്താൻ കഴിയത്തില്ല. ബൈബിൾ പറയുന്നു, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് അക്കരെ എത്താമെന്നോ, എല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് നമുക്ക് വാഹനം ഓടിച്ചെത്താമെന്നോ ഉള്ള ചിന്ത നമ്മുടെ അകത്ത് വരില്ല. കാരണം അവന്റെ കൃപയില്ലാതെ, ദൈവത്തിന്റെ പ്രസൻസ് ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ ഒരു കാലത്തും സാധ്യമല്ല. അത് ദൈവമൊട്ട് അനുവദിക്കത്തുമില്ല. അപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും, അനുഭവിക്കാനുള്ള നന്മകൾ എന്തുണ്ടെങ്കിലും, അത് അനുഭവിക്കണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ ഒരു ശകലം പോലും അതിൻ്റെ അകത്തുനിന്ന് നന്മ അനുഭവിപ്പാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. മറ്റൊന്ന്, അവർ മുമ്പോട്ട് പോവുകയാണ്. അവർ അവർ അക്കരെ എത്തി. ഗന്നസരേത്ത് ദേശത്തണഞ്ഞപ്പോൾ അവിടെ പറയുന്നു, അവർ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു. ഓർത്തു വയ്ക്കേ, ഗന്നസരത്ത് ദേശത്തുള്ള ആളുകൾ യേശു കർത്താവിനെ കണ്ടപ്പോൾ അറിഞ്ഞെന്ന്. കഴിഞ്ഞ 3.5 വർഷം കൂടെ നടന്ന അത്ഭുതങ്ങൾ കണ്ട, അടയാളങ്ങൾ കണ്ട, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, കുഷ്ഠരോഗികളെ, മുടന്തരെ, ചെകിടരെ സൗഖ്യമാക്കുന്നതൊക്കെ കണ്ടവരാ. കാറ്റും കൂളും അവന്റെ വാക്കിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടിട്ടുള്ള ശിഷ്യന്മാര് കടലിൽ മേൽ യേശു വന്നപ്പോൾ അവർ പറയാ, ഇവനൊരു ഭൂതം. കഴിഞ്ഞ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് വരെ ഒന്നിച്ചുണ്ടായിരുന്നു. അവർ പറയാണ്, ഇവനൊരു ഭൂതം. പക്ഷേ ഇതൊന്നും കാണാത്ത ഒരു കൂട്ടം ജനങ്ങൾ മറുകരയിലുണ്ട്, ഗന്നസരേത്തുകാർ. അവർ പറയാണ്, അവൻ ആ പടകിൽ നിന്ന് അവൻ ഇറങ്ങുന്നത് കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി, ഇത് സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണ്. നാം അറിയേണ്ടതുപോലെ അറിയേണ്ടവനെ അറിഞ്ഞാൽ അവൻ നമ്മെ മാനിപ്പാൻ, അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അതിരുകളെ വിശാലപ്പെടുത്തുന്നവനാണ് ദൈവം. യബേസ് തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവന്റെ മാതാപിതാക്കന്മാർ അവന് പേരിട്ട് യബേസ്, വ്യസനപുത്രൻ, ഇവൻ എന്നെ കരയിപ്പിക്കുന്നവൻ, വേദനിപ്പിക്കുന്നവൻ എന്ന. പക്ഷേ അവന്റെ അതിരുകളെ വിശാലപ്പെടുത്താൻ കാര്യം അവൻ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ടാ. ഇന്ന് പകൽ നമ്മൾ എപ്പോഴൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അപ്പോഴൊക്കെ നമുക്കൊരു ശുഭഭാവിയുണ്ട്, ഒരു ശുഭയാത്രയുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതുകൊണ്ട് മോശ പറഞ്ഞൊരു പദമുണ്ട്. മോശ പറയുകയാണ്, കർത്താവേ, നിന്റെ സാന്നിധ്യമില്ലാതെ, നിന്റെ പ്രസൻസ് ഇല്ലാതെ നീ എന്നെ എന്ത് ചെയ്യല്ലേ, അയക്കരുത്. മോശ പറയാ, എനിക്ക് കഴിവൊക്കെ ഉണ്ട്, ഞാൻ വിക്കനാണെങ്കിലും തടിച്ച നാവുള്ളവനാണെങ്കിലും എന്റെ കൂടെ 30 ലക്ഷം ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടം പോലെയുണ്ട്. 30 ലക്ഷമാ. 10, 10,000, 1000, 500 അല്ല, ലക്ഷക്കണക്കിന് എന്റെ കൂടെ ഉണ്ട്. പക്ഷെ അവരല്ല എന്റെ ബലം. നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ മോശക്കറിയാം, ഈ യാത്ര ശുഭകരമാകത്തില്ല. അനുഭവിക്കേണ്ട പല നന്മകളും വേണ്ടതുപോലെ അനുഭവിക്കാൻ കഴിയത്തില്ല.
ആഗ്രഹിച്ച സമയത്ത് മറുകരയിൽ അണയത്തില്ല, ജീവിതത്തിൽ പ്രതിസന്ധി മാറത്തില്ല. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, ജീവിതത്തിൽ ഏത് വലിയ ജീവിതത്തിൽ നന്മകൾ വന്നാലും അനുഗ്രഹം ഉണ്ടായാലും സർവശക്തന്റെ പ്രസൻസ് ഇല്ലാതുള്ള യാത്ര അത് ശുഭകരമാകത്തില്ല, അത് അനുഗ്രഹമാകത്തില്ല. പക്ഷെ എപ്പോഴൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ദൈവം കാറ്റും കോളും മറുകരയിൽ നിന്നെ അണയ്ക്കത്തില്ലെന്ന് ശത്രു വാദിച്ച സമയത്ത്, രാത്രിയുടെ 4-ാം യാമത്തിൽ, അതേ മനുഷ്യന്റെ യാമമല്ല, ഒരാൾക്ക് പോലും സഹായിക്കാൻ കഴിയാത്ത സ്ഥലത്ത്, ഒരു മനുഷ്യനും എത്തപ്പെട്ട് സഹായത്തിന് കരം നീട്ടാൻ കഴിയത്തില്ലാത്ത സാഹചര്യത്തിൽ അവൻ രാത്രിയുടെ 4-ാം യാമത്തിൽ ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ കർത്താവ്. അത് മാത്രമല്ല, രാത്രിയുടെ 4-ാം യാമത്തിൽ മാത്രമല്ല, 4 ദിവസമായി നാറ്റം വെച്ച് കല്ലറയ്ക്കകത്ത് പുഴുവരിച്ചിരുന്ന ലാസറിനെ പുറത്തു കൊണ്ടുവന്നവനുമാണ് നമ്മുടെ കർത്താവ്. അത് മാത്രമല്ല, മറ്റൊരു ഭാഗത്ത് പറയുന്ന 4 പേർ ചുമന്നൊരു മനുഷ്യനെ കൊണ്ടുവന്നു. ആ പക്ഷപാതക്കാരനെ അവൻ അവനെ കിടത്തിയ കിടക്കയെടുത്ത് പിന്നെ അവനെ നടത്തിയ ഒരു ദൈവമുണ്ട്. ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധിയിൽ കൂടെ നടന്നു നീങ്ങിയാലും ദൈവത്തിന്റെ പ്രസൻസിന്റെ അകത്തേക്ക് നാം ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കിടത്തിയ കട്ടിൽ നാം ചുമക്കേണ്ട വരും. അവൻ കെട്ടിയൊതുക്കി കല്ലറക്കകത്ത് നാറ്റം വെച്ച് പുറത്തു വരാൻ കഴിയാത്ത നിലയിൽ ബന്ധിച്ചൊതുക്കിയ വിഷയത്തെ തമ്പുരാന്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ അത് പൊട്ടിച്ചു പുറത്തു വരുവാൻ ഇടയായി തീരും. ചിന്തിക്കണമേ, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ആരാന്ന് ആ ദേശത്തുള്ള ആളുകൾ അറിയുന്നു. 7-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ശാസ്ത്രിമാരും പരീശന്മാരുമായി ചില ആളുകൾ അവന്റെ അടുക്കൽ വന്നുകൂടി. അതായത് കർത്താവിന്റെ അടുക്കൽ വന്നുകൂടി. ഗെന്നസരേത്ത് കരയിൽ അവർ അണഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്നിട്ട് തന്റെ ശിഷ്യന്മാരെ പറ്റി ഈ പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനോട് പറയുകയാണ്. എന്താ പറഞ്ഞേ? അവന്റെ ശിഷ്യന്മാർ ചിലർ ശുദ്ധിയില്ലാത്ത, എന്ന് വെച്ചാൽ കൈ കഴുകാത്ത കൈ കൊണ്ട് എന്ത് ചെയ്യുന്നു? കഴുകാത്ത കൈ കൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? ഭക്ഷണം കഴിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച, കഴിഞ്ഞ 10 മണിക്കൂറിലധികമായിട്ട് ഇവർ ആഹാരം കഴിച്ചിട്ടില്ല. നമുക്കറിയാം, നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ചിലപ്പോൾ 8 മണിക്ക് കഴിക്കും, 1 മണിയാകുമ്പോൾ നമ്മൾ വീണ്ടും ആഹാരം കഴിക്കും, വൈകുന്നേരം ഒരു സ്നാക്സ് കഴിക്കും, പിന്നെ വൈകിട്ട് ഈവനിങ് നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 മണിക്കൂറുകൾ മേളിലായിട്ട് ഇവർ ഒരു ആഹാരം കഴിക്കുന്നില്ല. ഇവർ പോകുന്നത് മരണത്തിന്റെ അധീനം ഒരു അവസ്ഥയിലാണ്. ശരീരം വല്ലാതെ ക്ഷീണിക്കുന്നുണ്ട്. കാരണം മാറി മാറിയ തുഴയുന്നത്. ശിഷ്യന്മാർ 12 പേരും ഉണ്ട്. ആരോഗ്യം നന്നായിട്ട്, ബോഡി നന്നായിട്ട് ക്ഷീണിതമാണ്. എല്ലാവരും തളർന്നിട്ടുണ്ട്. ക്ഷീണിച്ച് തളർന്ന ഇവർ വരുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടത് ആഹാരമാണ്. ഇവർ മറുകരയിൽ എത്തിയപ്പോൾ ആദ്യം ഈ 12 പേരും എന്ത് ചെയ്തു? ഈ 12 കൊട്ടയുമായി 12 സ്ഥലത്തിരുന്ന് കൈ പോലും കഴുകാതെ എന്ത് ചെയ്തു? കടിച്ചെന്ന്. സ്തോത്രം. അപ്പോൾ ആരനുവദിക്കണം കഴിക്കണമെങ്കിൽ? ആരനുവദിക്കണം ഒരു ശുഭയാത്ര ഉണ്ടാകണമെങ്കിൽ? ആരനുവദിക്കണം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ശുഭമായ ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ? സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ പത്രോസേ, ശിമോനെ, ആമേൻ ആമേൻ, പത്രോസ് ആണെങ്കിലും യോഹന്നാൻ ആണെങ്കിലും യാക്കോബ് ആണെങ്കിലും, ഗലീല കടൽ അറിയാം, എനിക്കെല്ലാം അറിയാം, പോകേണ്ട സ്ഥലം അറിയാം, വണ്ടി ഓടിക്കാൻ അറിയാം, പൈസ പേഴ്സിന്റെ അകത്തുണ്ട്, അക്കൗണ്ടിലുണ്ട്, എനിക്കെല്ലാം ഉണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട് പത്രോസേ, അവന്റെ സാന്നിധ്യം ഇല്ലാതെ നീ ഗലീല കടലിന്റെ മറുകര എത്തത്തില്ല. 2.5 മണിക്കൂർ കൊണ്ടൊക്കെ യാത്ര ചെയ്തവരാ. അവർക്കറിയാമായിരുന്നു 1-ാം യാമം കഴിയുന്നതിന് മുമ്പേ, അടുത്ത 2-ാം യാമത്തിന് മുമ്പ് മറുകരയിൽ ഓടിച്ചെത്താം എന്നുള്ള കഴിവും പ്രാപ്തിയും അറിവുള്ളവരാ. പക്ഷെ കഴിഞ്ഞ 10 മണിക്കൂറായിട്ടും അവിടെ യാത്ര ശുഭകരമായി എത്താൻ കഴിയാതെ ഒറ്റ കാര്യമുള്ളൂ, അവർ ആശ്രയിക്കേണ്ടവർ അവൻ ആശ്രയിക്കാത്തത് കൊണ്ട്, അവൻ ആശ്രയിക്കേണ്ടവന് മുമ്പിൽ അവർ അഭയം ചൊല്ലാഞ്ഞത് കൊണ്ട്. കഴിഞ്ഞ 2 അധ്യായങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവുമായിട്ട് ഒന്നിച്ചുള്ള യാത്രയിൽ അവർ കാറ്റും കോളും വന്ന് ആ പ്രതിസന്ധിയിൽ അവർ ഒറ്റ വാക്കിൽ പറഞ്ഞു, യേശുവേ, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പോഴവർക്ക് വിളിക്കാൻ അറിയാമായിരുന്നു. അപ്പോൾ യേശുവില്ലാത്തൊരു യാത്രയാ. പക്ഷെ ആ യാത്രയിലും അവർക്കൊന്ന് ചിന്തിക്കണമായിരുന്നു. കഴിഞ്ഞ 2 അധ്യായങ്ങൾക്ക് മുമ്പ് ഇതേ യാത്രയിൽ ഞങ്ങൾ പ്രതികൂലം അനുഭവിച്ചവരാ. ഇപ്പോഴവന്റെ സാന്നിധ്യം ഇല്ലാതൊരു യാത്രയാ. പക്ഷെ ആ യാത്രയിൽ കാറ്റും കോളും വന്നപ്പോൾ അവർ ആ പടകിൽ ഇരുന്ന് അവർ പറഞ്ഞാൽ മതി, ഗുരു, ഞങ്ങൾ തകർന്നു പോകരുത്, ഞങ്ങൾ നശിച്ചു പോകരുത് നിലവിളിച്ചിരുന്നെങ്കിൽ അവൻ അവരുടെ അടുത്ത് അവൻ 1-ാം യാമത്തിലെ ഇറങ്ങി വന്നേനെ. പക്ഷെ കഴിഞ്ഞ 4 യാമങ്ങളായിട്ട് അവിടെ അധരം തുറന്നൊരിക്കൽ പോലും ഞങ്ങളെ രക്ഷിക്കണമെന്ന്, ദൈവമേ ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ഏതൊക്കെ ഉയർച്ചകൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പും ദൈവം തന്നാൽ, ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തിൽ അഭയം ചൊല്ലാതെ, ദൈവത്തിന്റെ പ്രസൻസിലല്ലാതെ
മുമ്പോട്ട് പോകാൻ ഇടയാകാൻ ദൈവം നമ്മളെ ഇടയാക്കത്തില്ല. ആ സാന്നിധ്യം അനുഭവിച്ച് മുമ്പോട്ട് പോയാൽ ദൈവത്തിന്റെ പൈതലെ, ഇത് ചെങ്കടലാണെങ്കിലും അത് യോർദാനാണെങ്കിലും അവൻ ജീവിതത്തിന്റെ ഏത് സാഹചര്യമാണെങ്കിലും അതിന്റെ നടുവിൽ കൂടെ സ്വർഗം നമുക്ക് വഴിയൊരുക്കും. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ ദൈവമാണ്. ഇന്ന് പ്രഭാതവേളയിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നാം കേട്ടത്, ജീവിതത്തിൽ എന്ത് എന്ത് കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കുമ്പോഴും അതിന് നടുവിൽ ആ കർത്താവിന്റെ സാന്നിധ്യം ഉള്ളൊരു യാത്രയാണെങ്കിൽ, ആ ദൈവത്തിന്റെ കൃപയുള്ള ഒരു യാത്രയാണെങ്കിൽ നാം പുറകോട്ട് വരേണ്ടി വരത്തില്ല. നാം അത്ഭുതങ്ങൾ കാണേണ്ടി വരും. ശ്രദ്ധിച്ചേ, നെഹമ്യാവ് എന്ന് പറയുന്ന അനുഗ്രഹീതനായിരിക്കുന്ന ഒരു മനുഷ്യൻ രാജകൊട്ടാരത്തിൽ രാജാവിന്റെ പാനപാത്രവാഹനാണ്. പക്ഷെ അവൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ പ്രസൻസുമായി മുമ്പോട്ട് പോയപ്പോൾ ശത്രു വെല്ലുവിളിക്കുന്ന കോട്ടയ്ക്കകത്ത് 52 ദിവസം കൊണ്ട് മതിൽ പണി പൂർത്തീകരിച്ച് തിരിച്ചു വരാൻ അവനെ പ്രാപ്തനാക്കിയത് നെഹമ്യാവിന്റെ കഴിവല്ല, കൂടെയുള്ള ജോലിക്കാരുടെ കഴിവല്ല, കയ്യിലിരിക്കുന്ന സാമ്പത്തിക നന്മയുടെ കഴിവല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ശത്രു വെല്ലുവിളിക്കുന്ന സ്ഥലത്ത് 52 ദിവസങ്ങൾ കൊണ്ട് മതിൽ പണിയാൻ നെഹമ്യാവിനെ പ്രാപ്തനാക്കിയത് സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മെ പ്രാപ്തനാക്കുന്ന, നമുക്ക് കഴിവ് തരുന്ന, നമുക്ക് ബലം തരുന്നവനാണ് നമ്മുടെ കർത്താവായ ദൈവം. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എബിരേസൽ ഗോസ്പൽ മിനിസ്ട്രിക്ക് അതിന്റെ ഔട്ട്റീച്ച് മീറ്റിംഗിന് പങ്കെടുക്കുന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ചേലൻ അളിയൻ ഫാമിലി പ്രിയപ്പെട്ടവർ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനൊരു അവസരം തന്നതിന് ഒരിക്കൽ കൂടെയുള്ള സ്നേഹത്തെയും വന്ദനത്തെയും കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.